ലയണൽ മെസ്സിയുടെ വിജയഗാഥ പ്രതിഭയുടെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുന്നതിൻ്റെയും ശ്രദ്ധേയമായ കഥയാണ്. ചെറുപ്പം മുതലേ നിരവധി വെല്ലുവിളികൾ നേരിട്ടെങ്കിലും മെസ്സി ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരിൽ ഒരാളായി മാറി. അദ്ദേഹത്തിൻ്റെ യാത്രയുടെ ഒരു കാഴ്ച ഇതാ. ആദ്യകാല ജീവിതവും ആരോഗ്യ വെല്ലുവിളികളും. 1987 അർജന്റീനയിലെ റൊസാരിയോയിൽ ജനിച്ച മെസ്സി ചെറുപ്പം മുതലേ ഫുട്ബോളിൽ അസാമാന്യമായ കഴിവ് പ്രകടിപ്പിച്ചിരുന്നു. എന്നിരുന്നാലും വെറും 11 വയസ്സിൽ അദ്ദേഹത്തിന് വളർച്ചാ ഹോർമോണിൻ്റെ കുറവുണ്ടെന്ന് കണ്ടെത്തി. അതിന് ചെലവേറിയ ചികിത്സ ആവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ചികിത്സ താങ്ങാൻ കഴിഞ്ഞില്ല. എന്നാൽ മെസ്സിയുടെ കഴിവ് FC ബാഴ്സലോണയുടെ ശ്രദ്ധ ആകർഷിച്ചു. അവനും കുടുംബവും സ്പെയിനിലേക്ക് താമസം മാറുകയാണെങ്കിൽ അവൻ്റെ മെഡിക്കൽ ബില്ലുകൾ നൽകാമെന്ന് അവർ വാഗ്ദാനം ചെയ്തു. 13 വയസ്സിൽ ബാഴ്സലോണയുടെ യൂത്ത് അക്കാദമിയായ ലാ മാസിയയിൽ ചേർന്നു. ബാഴ്സലോണയിലെ റാങ്കിങ്ങിലൂടെ ഉയരുന്നു. മറ്റ് പല കളിക്കാരെക്കാളും ഉയരം കുറവും ചെറുതും ആയിരുന്നിട്ടും മെസ്സി തൻ്റെ ചടുലത, ഡ്രിബ്ലിംഗ്, ഗോൾ സ്കോറിംഗ് കഴിവ് എന്നിവയാൽ പെട്ടെന്ന് പേരെടുത്തു. ബാഴ്സലോണയുടെ യൂത്ത് സിസ്റ്റത്തിൻ്റെ റാങ്കുകളിലൂടെ അദ്ദേഹം അതിവേഗം മുന്നേറി. വെറും 17 വയസ്സിൽ FC ബാഴ്സലോണയ്ക്കായി മെസ്സി തൻ്റെ ആദ്യ ടീമിൽ അരങ്ങേറ്റം കുറിച്ചു. അവിടെ നിന്ന് അദ്ദേഹം തൻ്റെ ഉൽക്കാശില ഉയർച്ച ആരംഭിച്ചു. റെക്കോർഡുകൾ തകർത്തു. ലോകമെമ്പാടുമുള്ള കളിക്കാരിൽ നിന്നും ആരാധകരിൽ നിന്നും പ്രശംസ നേടി. അവിശ്വസനീയമായ നേട്ടങ്ങളും റെക്കോർഡുകളും. ബാഴ്സലോണയിലെ തൻ്റെ കരിയറിൽ മെസ്സി 10 ലാ ലിഗ കിരീടങ്ങളും 7 കോപ്പ ഡെൽ റേ കിരീടങ്ങളും 4 യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും ഉൾപ്പെടെ നിരവധി കിരീടങ്ങൾ നേടി. ലാ ലിഗയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ എന്ന റെക്കോർഡും അദ്ദേഹം സ്ഥാപിച്ചു. കൂടാതെ 6 ബാലൺ ഡി ഓർ അവാർഡുകൾ നേടി. ചരിത്രത്തിലെ ഏതൊരു കളിക്കാരനും ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടി. അർജന്റീന ദേശീയ ടീമുമായുള്ള വെല്ലുവിളികൾ. ബാഴ്സലോണയിൽ മെസ്സി അസാധാരണ വിജയം നേടിയപ്പോൾ അർജന്റീനയുടെ ദേശീയ ടീമിനൊപ്പം ഒരു കഠിനമായ യാത്രയാണ് അദ്ദേഹം നേരിട്ടത്. തൻ്റെ കഴിവുകൾ ഉണ്ടായിരുന്നിട്ടും അർജന്റീനയ്ക്കൊപ്പം പ്രധാന ടൂർണമെൻറ്റുകൾ വിജയിക്കാൻ അദ്ദേഹം ആദ്യം പാടുപെട്ടു. ഫൈനലുകളിൽ ഹൃദയസ്പർശിയായ നിരവധി തോൽവികൾ നേരിട്ടു. കോപ്പ അമേരിക്കയിൽ അവരെ വിജയത്തിലേക്ക് നയിച്ചുകൊണ്ട് മെസ്സി അർജന്റീനയ്ക്കൊപ്പം തൻ്റെ ആദ്യത്തെ പ്രധാന അന്താരാഷ്ട്ര ട്രോഫി നേടി. ഈ വിജയം അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു സുപ്രധാന നാഴികക്കല്ലും ആഴത്തിലുള്ള വൈകാരിക നിമിഷവുമായിരുന്നു. അർജന്റീനിയൻ ഐക്കൺ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം ഉറപ്പിച്ചു. പാരീസ് സെന്റ് ജെർമെയിനുമായുള്ള പുതിയ അധ്യായം. 2021 ബാഴ്സലോണയിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ മെസ്സിയെ മോചിപ്പിക്കാൻ ക്ലബിനെ നിർബന്ധിതരാക്കി. ബാഴ്സലോണയിൽ 20 വർഷത്തിനു ശേഷം അദ്ദേഹം പാരീസ് സെന്റ് ജെർമെയിനിൽ PSG ചേർന്നു. ഫ്രാൻസിൽ തൻ്റെ കരിയർ തുടർന്നു. ഇത് അദ്ദേഹത്തിന് ഒരു പുതിയ അധ്യായമായിരുന്നെങ്കിലും മെസ്സി പൊരുത്തപ്പെട്ടു. ഉയർന്ന തലത്തിൽ പ്രകടനം നടത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ലോകകപ്പ് വിജയവും ആത്യന്തിക പൈതൃകവും. 2022 ഡിസംബറിൽ ഖത്തറിൽ നടന്ന ലോകകപ്പ് വിജയത്തിലേക്ക് അർജന്റീനയെ നയിച്ചതോടെയാണ് മെസ്സിയുടെ കരിയറിലെ കിരീട നിമിഷം. 35 വയസ്സിൽ ഫ്രാൻസിനെതിരായ ഫൈനലിൽ ഉൾപ്പെടെ നിർണായക ഗോളുകൾ നേടി മികച്ച കളിക്കാരനുള്ള ടൂർണമെൻറ്റിൻ്റെ ഗോൾഡൻ ബോൾ പുരസ്കാരം നേടി.
ഈ വിജയം അദ്ദേഹത്തിന്റെ ചിരകാല സ്വപ്നം പൂർത്തീകരിക്കുകയും എക്കാലത്തെയും മികച്ച ഫുട്ബോൾ കളിക്കാരിൽ ഒരാളായി അദ്ദേഹത്തിന്റെ പാരമ്പര്യം ഉറപ്പിക്കുകയും ചെയ്തു. പാരമ്പര്യവും സ്വാധീനവും. മെസ്സിയുടെ കഥ കേവലം സ്വാഭാവിക പ്രതിഭകളെക്കുറിച്ചാണ്. അത് സഹിഷ്ണുത, ത്യാഗം, വിനയം എന്നിവയെക്കുറിച്ചാണ്. ആഗോള പ്രശസ്തി ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം തന്റെ അടിസ്ഥാന വ്യക്തിത്വത്തിനും ഗെയിമിനോടുള്ള അർപ്പണബോധത്തിനും പേരുകേട്ടതാണ്. റൊസാരിയോയിലെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു ആൺകുട്ടിയിൽ നിന്ന് ലോക ചാമ്പ്യനിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് മെസ്സിയുടെ പാരമ്പര്യം അദ്ദേഹത്തിന്റെ റെക്കോർഡ് ഭേദിച്ച സ്ഥിതിവിവരക്കണക്കുകൾക്കപ്പുറമാണ്. അഭിനിവേശം, കഠിനാധ്വാനം, നിശ്ചയദാർഢ്യം എന്നിവയാൽ ഒരാൾക്ക് മഹത്വം കൈവരിക്കാൻ ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ച് അദ്ദേഹം ഒരു മാതൃകയും മികവിന്റെ പ്രതീകവുമായി മാറി.